ഹായ് ഓൾ, വെൽക്കം ടു AJ Inside PSC. ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കഴിഞ്ഞ ദിവസം നോക്കിയ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തുടർച്ചയാണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തേക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളാണ് ആദ്യം നോക്കുന്നത്. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനായി 8 മേജർ കമ്മിറ്റികളും അനേകം മൈനർ കമ്മിറ്റികളും രൂപീകരിക്കപ്പെട്ടിരുന്നു. ആദ്യം 8 മേജർ കമ്മിറ്റീസ് നോക്കാം. യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ, മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ആൻഡ് ട്രൈബൽ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. ഈ കമ്മിറ്റിക്ക് സബ് കമ്മിറ്റീസ് ഉണ്ട്. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി, ന്യൂനപക്ഷ സബ് കമ്മിറ്റി HC മുഖർജി, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളി, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് അതർ ദാൻ ദോസ് ഇൻ അസം സബ് കമ്മിറ്റി AV താക്കർ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ മൈനർ കമ്മിറ്റീസ്. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി GV മാവലങ്കാർ, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി, ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഡൻസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ, അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് S വരദാചാരി, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റി SK ധർ, പ്രസ് ഗാലറി കമ്മിറ്റി ഉഷ നാസൻ, അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ആകെ അംഗങ്ങൾ 7 പേര്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, ദെൻ BL മിത്തർ. ഇദ്ദേഹം രാജിവെച്ചതിനു ശേഷം N മാധവറാവു അംഗമായി മാറി. ദെൻ DP കെയ്ത്താൻ. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം TT കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായി മാറി. ആകെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 7 പേര്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ്. ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ നോക്കാം. ഏക പൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, തെരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്വം, നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, റിട്ടുകൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. US നിന്നും കടമെടുത്ത ആശയങ്ങൾ: ലിഖിത ഭരണഘടന, ആമുഖം, നിയമത്തിൻ്റെ തുല്യ പരിരക്ഷ, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്, ഉപരാഷ്ട്രപതി എന്ന പദവി, അമേരിക്കയുടെ മാതൃകയിൽ ഇന്ത്യൻ രാഷ്ട്രത്തലവനെ പ്രസിഡന്റ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന സമ്പ്രദായം, സുപ്രീം കോടതിക്കാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുള്ളത് എന്ന ആശയം, ഇന്ത്യൻ യൂണിയൻ്റെ കീഴ്ഘടകങ്ങൾക്ക് സ്റ്റേറ്റ്സ് എന്ന പേര് നൽകിയിരിക്കുന്നത് അമേരിക്കൻ മാതൃകയിലാണ്, ഇന്ത്യയുടെ രാജ്യസഭ രൂപീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ സെനറ്റിൻ്റെ മാതൃകയിലാണ്. കാനഡയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ: ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ, യൂണിയൻ ഓഫ് എ സ്റ്റേറ്റ് എന്ന ആശയം, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും, അവശിഷ്ട അധികാരങ്ങൾ, സംസ്ഥാന ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്നു, പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ നിന്ന് നിയമോപദേശം തേടാനും സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് നിയമോപദേശം കൊടുക്കാനുമുള്ള സമ്പ്രദായം, ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തവ നോക്കാം. അയർലൻഡിൽ നിന്നും കടമെടുത്തത്: മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ: രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഭരണഘടനാ ഭേദഗതി. ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ: കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വാണിജ്യ വ്യവസായങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കുന്നു എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. ദെൻ റഷ്യയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ: മൗലിക കടമകൾ, ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും, സാമ്പത്തിക നീതി, സാമൂഹ്യ നീതി, രാഷ്ട്രീയ നീതി. ഫ്രാൻസിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ദെൻ റിപ്പബ്ലിക്. ജപ്പാനിൽ നിന്നും കടമെടുത്ത ആശയം: നിയമസ്ഥാപിതമായ വ്യവസ്ഥ.
ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടമെടുത്ത ആശയങ്ങൾ ഗവർണർ പദവി, ഫെഡറൽ സിസ്റ്റം, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ എന്ന ആശയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.